ശ്രീ സനകുടി എബ്രഹാം, അദ്ദേഹം പറഞ്ഞത് അങ്ങനെ സദുദ്ദേശപരമാണെന്ന് അംഗീകരിക്കാനോ അതിനുള്ള താല്പര്യമോ സൗകര്യമോ ഇല്ല എന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഓഡിയോ പിന്നീട് ലീക്ക് ചെയ്ത് വരികയാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ ഓഡിയോ തന്നെ ലീക്ക് ചെയ്ത് വരുമ്പോൾ ആ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച ഒരു ആശങ്ക സ്വാഭാവികമായും അവർക്കുണ്ടാകും. അതോ ഇനി അത് പുറത്തറിയട്ടെ, ഞങ്ങളുടെ വികാരം ഇതാണ് എന്ന് നേതാക്കൾ ഇത്തിരി അറിയട്ടെ എന്ന നിലയ്ക്ക് പ്രചരിപ്പിക്കപ്പെട്ടതായിരിക്കുമോ? അത് ഈ നമ്മൾ ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്നൊരു പ്രയോഗമുണ്ട്. പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നില്ല. കാരണം അത് പൊളിറ്റിക്കലി കറക്റ്റ് ആകുമോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ നമ്മൾ ഈ ഇവിടുത്തെ കാര്യം പറയുമ്പോഴേ ജന്മനാ ഉള്ളത് അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം വരില്ല എന്ന് തോന്നുന്നു. കറക്റ്റ് ആവില്ല. ഞാൻ അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് അതിന് പകരം പറയുന്നത് ജന്മനാ ഉള്ളത് പോകത്തില്ല. എത്ര തൂത്താലും തുടച്ചാലും ഡെറ്റോൾ ഒട്ടിച്ച് കഴിയാലും പോകത്തില്ല. അതാണ് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കാൻ ഏതാണ്ട് ഒരു വർഷം പോലുമില്ല, 10 അല്ലെങ്കിൽ 8 മാസങ്ങൾ. ആ സമയത്ത് ഒരു പാർട്ടിയുടെ നേതൃത്വം, നേതാക്കൾ, ഇനി അവരുടെ ചെറുപ്പക്കാരുടെ വിഭാഗം, അവരൊക്കെ ശ്രദ്ധിച്ച് പെരുമാറേണ്ട ചില കാര്യങ്ങളുണ്ട്. അവരൊക്കെ ദീക്ഷിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ്, ഈ രാഷ്ട്രീയത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം എന്താ? തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അതിനൊരു സാധ്യതയുണ്ടെന്ന് പലതരത്തിലുള്ള നിഗമനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന് സാധ്യതയുണ്ട് താനും. കാരണം സർക്കാരിനെതിരായിട്ടുള്ള വലിയ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുകയല്ല ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എന്നോട് മാധു കൃത്യമായിട്ട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ആ വീഡിയോ അല്ലെങ്കിൽ ആ വാട്സാപ്പ് സന്ദേശം ലീക്ക് ചെയ്തു എന്നുള്ളതാണ്. ഈ ഇപ്പോൾ DCC തലത്തിലൊക്കെ കോൺഗ്രസ്സിലൊരു കോർ കമ്മിറ്റി പോലൊരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പ്രമുഖരായ നേതാക്കൾ, പോഷക സംഘടനയിൽ നിന്നുള്ളവർ, പഴയ സീനിയർ നേതാക്കൾ, ഇവരൊക്കെ അടക്കുന്ന ഒരു കോർ കമ്മിറ്റി. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി പോലുള്ള ഒരു സംവിധാനമാണത്. പല ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു യോഗം, പത്തനംതിട്ടയിലെ ഒരു യോഗം കഴിഞ്ഞ ദിവസം അവിടെ നടന്നിരുന്നു. അവിടെ ഉണ്ടായ പരസ്പരമുള്ള വാക്പ്രയോഗങ്ങൾ അത് ലീക്ക് ചെയ്ത് വരാതിരുന്നത് നന്നായി. അത് വന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വിവാദമുണ്ടാകുമായിരുന്നു, തർക്കമുണ്ടാകുമായിരുന്നു. അവിടെ വേറെ ചില പത്തനംതിട്ടയുടേതായ ചില പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ജില്ലക്കാരനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കോർ കമ്മിറ്റി ഈ പാർട്ടിയിൽ നിന്ന് വേണ്ട പോലെ സജീവമായി നിൽക്കാത്ത, പല കാരണങ്ങളാൽ അകന്നു നിൽക്കുന്ന ആളുകളെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം, തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കൊണ്ടുവരണം. ആ വക കാര്യങ്ങളാണ് അവിടെ. അപ്പോൾ ഈ കോർ കമ്മിറ്റിയൊക്കെ ഇപ്പം ശ്രദ്ധയൂന്നുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അവരെയൊക്കെ കൊണ്ടുവരണം. ഇപ്പോൾ അവിടെ കവിയൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, അയാൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ നല്ല പഞ്ചായത്തിനൊക്കെ ഉള്ള ചില പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ആളാണ്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവരണമെന്നുള്ളൊരു ചർച്ചയൊക്കെ വന്നപ്പോഴേ അവിടെ ഉണ്ടായ ചില സംഭാഷണങ്ങൾ, അതൊരു ഇൻ ക്യാമറ മീറ്റിംഗ് ആയിരുന്നു. പക്ഷേ കോൺഗ്രസ് ആണല്ലോ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരുമല്ലോ. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശ്രീ PJ കുര്യൻ്റെ പ്രസ്താവന. പക്ഷേ അതിനെ ഒരു സൗമനസ്യത്തോടെ കാണേണ്ടതിന് പകരം യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടായ കൊടുത്ത സന്ദേശം അത് പുറത്തു വരുന്നതൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസിനെ വിമർശിക്കുക മാത്രമല്ല, SFIയെയും DYFIയും ഒക്കെ പുകഴ്ത്തുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും യുവാക്കൾക്ക്, ഭരണപക്ഷത്തിരിക്കുന്ന ഒരു സംഘടനയ്ക്ക് കിട്ടുന്ന മുഴുവൻ പ്രിവിലേജിനെ പറ്റി അവർക്കറിയാവുന്നതാണ്. അവരെന്തിനൊക്കെയാണ് നേരിടേണ്ടി വരുന്നത് എന്നത് സംബന്ധിച്ച നല്ല ധാരണയുള്ളവരാണ്. ഈ മുതിർന്ന നേതാക്കൾ എത്രത്തോളം അതിനെ നേരിടുന്നുണ്ട്, അതിന് കൂടെ നിൽക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ചിന്തയുണ്ടാകും. സ്വാഭാവികമായും പ്രകോപനപരമായിരിക്കുമല്ലോ. അവനവനെ കുറിച്ച് കുറ്റം പറയുന്നു എന്നുള്ളത് മാത്രമല്ല, അപ്പുറത്ത് നിൽക്കുന്നവനെ പുകഴ്ത്തി പറയുക കൂടി ചെയ്യുമ്പോൾ പ്രതികരണം സ്വാഭാവികമല്ലേ? അല്ല മധു, ഞാനീ പറഞ്ഞത് ഈ PJ കുര്യൻ നമ്മളിപ്പോൾ കേട്ട അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ചല്ല. അതിനു മുമ്പ് നടന്ന ഈ കോർ കമ്മിറ്റി എന്ന് പറഞ്ഞ ഈ സംവിധാനത്തിൽ ഉണ്ടായ ചർച്ചയെക്കുറിച്ചാണ്. അത് രണ്ടാണ്. അതിനുശേഷമാണ് പ്രൊഫസർ കുര്യൻ സാറിൻ്റെ ഈ പ്രസ്താവന ഉണ്ടാകുന്നത്. അതിന് കാരണമായത് ഈ കോർ കമ്മിറ്റിയിലെ ചില സംഭാഷണങ്ങൾ, ചില പരസ്പര ആരോപണങ്ങൾ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. മാധു പറഞ്ഞത് വളരെ ശരിയാ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം 2 കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ കുറേ ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് യൂത്ത് കോൺഗ്രസ് അതിന് കൊടുത്തൊരു നേതൃത്വം, അവരൊന്നിച്ച് നിന്നത്. ഗ്രൂപ്പില്ല എന്നൊക്കെ കോൺഗ്രസ് പറയുമ്പോഴും യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാർ ഗ്രൂപ്പില്ലാതെ ഗ്രൂപ്പിനപ്പുറത്ത് സജീവമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിൽക്കുകയും
അവരുടെ ഒരു യൂത്ത് വൈബ്, അത് DYFIക്ക് ഇല്ലെന്നോ SFIക്ക് ഇല്ലെന്നോ അല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു യൂത്ത് വൈബ് അവിടെ പ്രകടിപ്പിക്കുകയും അങ്ങനെ അവരുടെ ഒരു പ്രചാരണത്തിൻ്റെ രീതി, അവർ അല്പം ഓവർ സ്മാർട്ടാണോ എന്ന് ചില സീനിയർ നേതാക്കന്മാർക്ക് സംശയവും പേടിയൊക്കെ ഉണ്ട്. കുര്യസാറിനുണ്ടെന്നല്ല പറയുന്നത്, പല നേതാക്കൾക്കും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം അവിടെ ഉണ്ട്. ഇപ്പം മാധു ചോദിച്ചൊരു ചോദ്യം, ഇപ്പം SFIയുടെ പിന്നെ യൂണിവേഴ്സിറ്റി സമരം അതെങ്ങനെയാണ് സംഭവിച്ചത്? ഇപ്പോൾ KSUക്കാർ അവിടെ ഒരു സമരം നടത്തുകയും നമ്മൾ ചിത്രങ്ങളിലും ദൃശ്യങ്ങളിലും കണ്ടതുപോലെ യൂണിവേഴ്സിറ്റി ആസ്ഥാന മന്ദിരത്തിൻ്റെ ഭിത്തിയിൽ ഈ പിന്നെ ഉടുമ്പ് കയറുന്നത് പോലെ അള്ളിപ്പിടിച്ച് കയറുകയൊക്കെ ചെയ്താൽ അവന്മാരുടെ നട്ടലൊടിക്കും പോലീസ്. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും പോലീസ് എത്തിക്കും. അവിടെ പോലീസ് സ്പോൺസേഡായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് സ്പോൺസേഡായിട്ടുള്ള ആ ഒരു സമരം. ഞാൻ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ആളാണ്, എനിക്കറിയാം നന്നായിട്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാവുന്നത്. ഭീഷണിപ്പെടുത്തിയാണ് പല കലാലയങ്ങളിൽ നിന്ന് കുട്ടികളെ ഇറക്കിക്കൊണ്ട്. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഭീഷണി ഞാനിതൊന്ന് കംപ്ലീറ്റ് പൂർത്തീകരിക്കും. അല്ല, അങ്ങനെ ഭീഷണിപ്പെടുത്തിയാണ് പലപ്പോഴും പിന്നെ സമരരംഗത്തേക്ക് കൊണ്ടുവരുന്നത്. ആ സമരവും ഈ സമരവും പ്രൊഫസർ കുര്യസാർ എന്താ പറഞ്ഞത്, CPM-കാരുടെ ഗുണ്ടായിസ് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ പറ്റുന്ന കുറേ ചെറുപ്പക്കാർ വേണമെന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ സതുദ്ദേശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം പറഞ്ഞെന്തുവാ, ഇൻ്റലക്ച്വലും ഐഡിയോളജിക്കലുമായിട്ടുള്ള അവരുടെ മേൽക്കോയ്മയെക്കുറിച്ച് പറഞ്ഞു എന്നാ. ഇപ്പോൾ ഈ CPM-ൻ്റെ ഗുണ്ടായിസത്തെ നേരിടാൻ എന്താ വടിവാളും തോക്കും വാരികുന്തവുമായിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ ഇറങ്ങണോ? അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? അങ്ങനെയാണോ യൂത്ത് കോൺഗ്രസിൻ്റെ രീതി? അപ്പം ഞാൻ പറഞ്ഞത്, ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്നില്ല, സമരത്തിനില്ല, അല്ലെങ്കിൽ പ്രവർത്തന രംഗത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സജീവമായിട്ടുണ്ട്, മുൻപ് അടുത്ത കാലത്തുള്ളതിനേക്കാൾ സജീവമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നതും ഇപ്പോൾ PA കുര്യനെ ന്യായീകരിച്ചുകൊണ്ട് ചിലരൊക്കെ രംഗത്ത് വരുന്നതിൻ്റെയൊക്കെ പിന്നിൽ കോൺഗ്രസിനുള്ളിലെ ഞാൻ നേരത്തെ പറഞ്ഞ ജന്മനാ ഉള്ള തൂത്താലും തുടച്ചാലും പോകാത്ത പ്രശ്നങ്ങളാണ്. ശരി, പിന്നെ കോൺഗ്രസിൽ രഹസ്യമില്ല എന്നുള്ളത് പരസ്യമായൊരു കാര്യമാണ്. രണ്ട് ആളുകൾ തമ്മിൽ കോൺഗ്രസിൽ രഹസ്യം പറയാൻ നിൽക്കുന്നയിടത്ത് തന്നെ അത് പരസ്യമായിട്ടുണ്ടാകും എന്നുള്ളതും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അങ്ങ് നേരത്തെ പറഞ്ഞ DNA ഭാഗമായിട്ട് ആയിരിക്കാം.